ഹായ് ഹലോ വെൽക്കം ടു സക്സസ് അക്കാഡമി. ഞാൻ വിഷ്ണു. മക്കളെ, അപ്പോൾ നമ്മൾ സക്സസ് അക്കാഡമി വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് SSC CGLൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നേക്കാണ്. ഇന്ന് നമ്മൾ ആവറേജ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് നോക്കും. സോൺലി ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാമിനെ സംബന്ധിച്ച് ഇവിടെ നിന്നുള്ള വെയിറ്റേജ് വളരെ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലായി, അത്രേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് ആവറേജ് എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ഈ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് വളരെ കുറവാണെങ്കിലും ഷിഫ്റ്റുകളിൽ അതായത് പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെ തന്നെ വളരെ കുറച്ച് ഷിഫ്റ്റുകളിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ എങ്കിൽ പോലും ആവറേജ് നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്കാണ്. കാരണം ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് DI ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ അറിയാമല്ലോ. ആ ഒരു ടോപ്പിക്കിൽ ആവറേജ് ചോദിക്കുന്ന സമയങ്ങളുണ്ട് അല്ലേ, അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ മാറ്റി നിർത്താൻ പറ്റാത്ത എന്നാലും കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻസ് കുറച്ച് കുറവായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പക്ഷേ ആവറേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡുകൾ നമുക്ക് വേറെ ചാപ്റ്റേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ചില ക്വസ്റ്റ്യൻസ്, അതിനകത്തൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് വേറെ ചാപ്റ്റേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചില ആൾക്കാരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് അറിയുമായിരിക്കും. ഡീവിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക് അല്ല, മെത്തേഡ്. അറിയാവുന്ന മെത്തേഡായിരിക്കും. അപ്പോൾ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചില ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ ഇതിനകത്ത് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇത് സക്സസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ലൈക്ക് കറണ്ട് അഫെയർസ് പോലുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ അതിനകത്ത് എല്ലാ ദിവസത്തെയും ഷെയർ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ SSC വാരിയേഴ്സ് കേരള അതിൻ്റെ QR കോഡാണ് ഇത്. നമ്മുടെ SSCക്കാർക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ഇതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ ഇരുന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ഒപ്പം തന്നെ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ PDF-ഉം ഈ ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാമല്ലോ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. ദ ആവറേജ് മാർക്സ് out of 100 of boys and girls in an examination are 75 and 80 respectively. If the average marks of all the students in that examination are 78, then find the ratio of number of boys to the number of girls. Okay, ഒരു ആ എക്സാമിനകത്ത് കുറച്ച് ബോയ്സ് ഉണ്ടായിരുന്നു, കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു. ബോയ്സിൻ്റെ മാർക്ക് 75-ഉം അതേപോലെ തന്നെ ഗേൾസിൻ്റെ മാർക്ക് 80-ഉമാണ്. ടോട്ടലി ഇവർക്ക് എത്ര മാർക്ക് കിട്ടി? അതായത് ആ മൊത്തം ക്ലാസ്സിന് 78 മാർക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിലുള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണത്തിൻ്റെ റേഷ്യോ എന്താണെന്നാണ് ചോദ്യം. ഇവിടെ നോക്ക്, ഇതിൻ്റെ ഡയറക്റ്റ്ലിയുള്ള മെത്തേഡ് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോയ്സിൻ്റെ എണ്ണം B ആയിട്ടും ഗേൾസിൻ്റെ എണ്ണം ഞാൻ G ആയിട്ടും എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ? അതായത് ബോയ്സിൻ്റെ ടോട്ടൽ മാർക്ക് നോക്കുകയാണെങ്കിൽ അത് 75 B ആയിരിക്കില്ലേ? ഇതിൻ്റെ ഒപ്പം ഞാൻ ഈ പറയുന്ന 80G കൂടെ ആഡ് ചെയ്തു. ഇവനെ ഞാൻ B+G വെച്ച് ഡിവൈഡ് ചെയ്തു. ഇപ്പോഴാണല്ലോ എനിക്ക് 78 കിട്ടുക. ഇത് തന്നെയല്ലേ നമ്മുടെ ആവറേജിൻ്റെ ഫോർമുല എന്ന് പറയണത്? ഇത് തന്നെ അല്ലേ? ഇവൻ ഇപ്പുറത്തേക്ക് വരും. നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ കിട്ടിക്കോളും. ഇത്രയും വേണോ? ഇത്രയും ആവശ്യമില്ല. ചില ആൾക്കാർക്കെങ്കിലും ചിലപ്പോൾ ഞാനിത് ചെയ്യണ കണ്ടപ്പോൾ ഇയാൾ എന്തെന്ന് ഈ ചെയ്യണേ എന്നൊരു ഫീൽ ചെയ്തപ്പോൾ വന്നിട്ടുണ്ടാവും. ഇത്രയും ആവശ്യമില്ല. ഓക്കെ, എന്തൊക്കെയാലും ഞാനത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നോക്കിയടാ, 2 വാല്യൂസ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എനിക്കൊരു പുതിയ വാല്യൂ കിട്ടി. എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലേ? അലിഗേറ്റ് ചെയ്ത പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയടാ, ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്. ബോയ്സിൻ്റെ മാർക്ക് എത്ര? 75. ഗേൾസിൻ്റെ മാർക്ക് എത്ര? 80. ഇത് രണ്ടും കൂടെ മിക്സ് ആയപ്പോൾ 78 ആയി. അലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്രയാ? 2
ഇവിടെ എത്രയാ 3, 2:3 ആയിരിക്കും ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും റേഷ്യോ. 2:3. അത്രേ ഉള്ളൂ. സിമ്പിളായുള്ള ചാപ്റ്റർ ആവറേജ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഭയങ്കര കാൽക്കുലേറ്റീവ് ആണെന്ന് തോന്നും, പക്ഷെ അത് കാൽക്കുലേറ്റീവ് ആയിരിക്കില്ല. ഏത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇത് നോക്കിയേ. ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ സിറ്റി ഫോർ ദ ഫസ്റ്റ് 16 days of January is 22 degrees Celsius and the average of the temperature for the last 16 days of the same month is 26 degree. If the average temperature for the entire month is 24 degrees Celsius, what is the temperature on 16th day? ഓക്കെ, ജനുവരി മാസം ആദ്യത്തെ 16 ദിവസം എത്ര ഡിഗ്രി ആയിരുന്നു? 22 ഡിഗ്രി ആയിരുന്നു. അവസാനത്തെ 16 ദിവസം 26 ഡിഗ്രി ആയിരുന്നു. ആ മൊത്തം മാസത്തിലെ നമ്മൾ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ അത് 24 ഡിഗ്രി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ മാസത്തിലെ 16ാമത്തെ ദിവസത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കുമെന്ന് നോക്കിയടാ. ഓക്കെ, ആദ്യത്തെ 16 ദിവസത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ 16 32 വന്നല്ലോ. അതെങ്ങനെ ശരിയാവും? ജനുവരി മാസത്തിൽ എത്ര ദിവസമുണ്ട്? 31 ആണല്ലോ. ഓക്കെ, 31 ദിവസം. പക്ഷെ തന്നിരിക്കുന്ന എത്ര ദിവസത്തെയാ? 32 ദിവസത്തെയാ. അപ്പൊ ഈ ഒരു ദിവസം ഇവിടെ നിന്നു ഓവർലാപ്പായി. ആദ്യത്തെ 16 ദിവസം വന്നല്ലോ, അവസാനത്തെ 16 ദിവസം, ഒരു ദിവസം ഓവർലാപ്പായെന്ന് അർത്ഥം. ഓക്കെ ആണോ? അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ലോജിക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയടാ, ആദ്യത്തെ 16 ദിവസം അവിടെ ടെമ്പറേച്ചർ എത്രയായിരുന്നു? 22 ആയിരുന്നല്ലോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ആദ്യത്തെ 16 ദിവസത്തിന്റെ ടോട്ടൽ കിട്ടില്ലേ? കിട്ടും സാർ. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു? അവസാനത്തെ 16 ദിവസത്തെ കാര്യങ്ങൾ കൂടെ ഞാൻ ആഡ് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 26 എന്ന് വരും. ആണല്ലോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ആ മൊത്തത്തിലുള്ള, അതായത് ആദ്യത്തെ 16 ദിവസവും അവസാനത്തെ 16 ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ദിവസത്തെ ഈ ഓവർലാപ്പായുള്ള 16ാമത്തെ ദിവസം ചേർത്ത് 32 ദിവസത്തെ എനിക്ക് കിട്ടും. ഇതിന്ന് ഞാൻ ഈ പറയുന്ന 24 ഡിഗ്രി സെൽഷ്യസ് ഫോർ 31 ഡേയ്സ് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ആ 16ാമത്തെ ദിവസത്തിന്റെ ടെമ്പറേച്ചർ ആയിരിക്കും. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അറിയണ്ടാവും കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്. കുറച്ച് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, കുറച്ച് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ വേണ്ട 16 കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ പോലും മൾട്ടിപ്ലിക്കേഷന് വലിയ മാറ്റമൊന്നും വരുന്നില്ല. അതിൻ്റെ ആവശ്യം അത് അവിടെ തന്നെ അങ്ങനെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? മാറ്റി പിടിക്കാം. നോക്കിക്കോടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 16 ദിവസം, ഓക്കെ, ആ കഥകൾ ഞാൻ ഇവിടെ തന്നെ നിർത്തുന്നുണ്ട്. ആദ്യത്തെ 16 ദിവസം എന്താ ടെമ്പറേച്ചർ? 22 ഡിഗ്രി. അവസാനത്തെ 16 ദിവസം എന്താ ടെമ്പറേച്ചർ? 26. 31 ദിവസം ഇതാണല്ലോ ടോട്ടല്. എത്ര ഡിഗ്രിയാ? 24 ഡിഗ്രി. ഇതാണല്ലോ ശരിക്കുള്ള ആവറേജ്, 24 ഡിഗ്രി. അതാണല്ലോ ശരിക്കും നമ്മുടെ ആ മാസത്തിലെ മൊത്തം ആവറേജ് ആണ്, ടോട്ടൽ ആവറേജ് ആണല്ലോ. ഇവിടെ നിന്ന് നമ്മൾ ഡീവിയേഷൻ എടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജിൽ നിന്ന് ഇങ്ങോട്ടുള്ള വ്യത്യാസം പ്ലസ് അവന്മാരുടെ സിമ്പിൾ കൂടെ, അതായത് കുറവാണെങ്കിൽ മൈനസ് നമ്മൾ എടുക്കും, കൂടുതലാണെങ്കിൽ ആവറേജിനേക്കാളും കൂടുതലാണെങ്കിൽ പ്ലസ് എടുക്കും. അതായത് നോക്കിയടാ, ഇവിടെ 2 കുറവാണല്ലോ, അപ്പം -2 × 16. ഇവിടെ 2 കൂടുതലാണല്ലോ, അപ്പം +2 × 16. അതായത് ഇവന്മാർ രണ്ടുപേരും കൂടെ ഞാനത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 0 അല്ലേ വരുള്ളൂ. -32 + 32 0 ആണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ മൊത്തത്തിൽ ഡീവിയേഷനിലേക്ക് 24 നിന്ന് 0 ആഡ് ആവുന്നു. അതായത് എത്ര ടെമ്പറേച്ചർ? 24 തന്നെ. ഞാൻ ആ കാര്യം മാത്രം പെട്ടെന്ന് പറഞ്ഞു പോയപ്പോൾ എത്രത്തോളം കത്തിയുണ്ടാവും എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് കഥ പറഞ്ഞത്? നമ്മൾ സിംപ്ലി ഡീവിയേഷൻ എടുത്തു, ഒരു ദിവസത്തെ കാര്യമാണ് നോക്കുന്നത്, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാനില്ല. 24 പ്ലസ് ഏതായിരുന്നു മൊത്തം ഡീവിയേഷൻ എത്രയായിരുന്നു? 0 അല്ലേ. 24 + 0 24 തന്നെയായിരിക്കും അവിടെ ടെമ്പറേച്ചർ വരിക. ഏത്? ആ 16ാമത്തെ ദിവസം 24 ഡിഗ്രി. അടുത്ത ദിവസം നോക്കാം. ഡയറക്റ്റ് ആവറേജ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 45 നാച്ചുറൽ നമ്പേഴ്സ്
ആദ്യത്തെ 45 നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം. ഒരു ഫോർമുല ഉണ്ടെങ്കിൽ ഈ പണി എളുപ്പമാണ്. അതായത് സം ഓഫ് സ്ക്വയേഴ്സ് അറിയോ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? സ്ക്വയേഴ്സിന്റെ സമ്മ് കിട്ടും ആണല്ലോ. പക്ഷെ എനിക്ക് എന്ത് മതി? ആവറേജ് മതി. അതായത് ഞാൻ ഇവനെ n വെച്ച് ഡിവൈഡും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നും കട്ടായി പോകുമല്ലോ. ബാക്കി ആരുണ്ട്? n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 6. ഓക്കെ, n എത്രയാ? 45. 45 1 46 ഇൻറ്റു 2n 45 ഡബിള് 90 91 ഹോൾ ഡിവൈഡഡ് ബൈ 6. 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 23. ഓക്കെ, ഞാൻ ഇവിടെ റെഡ് വെച്ച് കട്ട് ചെയ്യാം. യെല്ലോ എടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 23, ഇവിടെ എത്ര വരും? 3 വരും. 2 വെച്ചാണ് കട്ട് ചെയ്തേ, 2 വെച്ച്. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3, 1 ഇൻറ്റു 3 3, 9 ഇൻറ്റു 3 27, 27 പ്ലസ് 2 29, ബാക്കി റിമൈൻഡർ 2 18 20 ഹോൾ ഡിവൈഡഡ് ബൈ 3. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 20-നകത്ത് 6 പ്രാവശ്യം, ബാക്കി റിമൈൻഡർ 2 29 27 എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. ബാക്കി ഓപ്ഷൻസിന് എത്തിയല്ലോ? ഇല്ല. ഓക്കെ, ബാക്കി റിമൈൻഡർ 2 23 എന്ന് പറയുമ്പോൾ 7 പ്രാവശ്യം. ബാക്കി എത്രയുണ്ട്? റിമൈൻഡർ പിന്നെ എത്ര? 2/3, അതായത് 697.66 അല്ലെങ്കിൽ 67 നമ്മുടെ ആൻസർ. ഫോർമുലയ്ക്കകത്തല്ല, അത് വേറെ ഒന്നുമില്ല. ഇതുപോലെ കുറച്ച് ഫോർമുല ഉണ്ടല്ലോ അല്ലേ? അതായത് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്താ? n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയും. ഓക്കെ, ഞാനതിവിടെ ആഡ് ചെയ്തേക്കാം. അറിയാവുന്ന കാര്യങ്ങൾ ഒപ്പം പറഞ്ഞേക്ക്. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്താ? n ഇൻറ്റു n പ്ലസ് 1/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഈവൻ നമ്പേഴ്സ് എന്താ? n ഇൻറ്റു n പ്ലസ് 1. ഓക്കെ, അത് ഓഡ് നമ്പേഴ്സ് ആവുമ്പോൾ n സ്ക്വയർ ആവും. ഓക്കെ അല്ലേ? ഇനി സ്ക്വയേഴ്സിന്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അതായത് സ്ക്വയേഴ്സ് വരുമ്പോൾ എന്താവും? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ഓക്കെ, ഒരാൾ കൂടെ ഉണ്ട്. ഏത്? സ്ക്വയേഴ്സ് അല്ല, ക്യൂബ്. അതെന്താ? ഈ ഫോർമുലയുടെ ഹോൾ സ്ക്വയർ, അതായത് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഈ ഫോർമുലാസ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഡയറക്റ്റ്ലി ചോദിക്കാം, എവിടെ വേണമെങ്കിലും ചോദിക്കാം. CGL വരാം, CSS വരാം, MTS വരാം, എവിടെ വേണമെങ്കിലും ചോദിക്കാം. അപ്പം ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് നമുക്ക്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay, a group of students appeared in a test. The average score of 12 students is 62 and that of the rest is 62. Then what is the average score of the group? Okay, നോക്കിയടാ, 30 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ ടോട്ടലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 12 സ്റ്റുഡൻസിന് 62 ആയിരുന്നു മാർക്ക്. ബാക്കി സ്റ്റുഡൻസ് 12 ഒന്നും, ബാക്കി എത്രയുണ്ട്? 18 സ്റ്റുഡൻസ് അല്ലേ? അവരുടെ ആവറേജ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 62 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹോൾ ഗ്രൂപ്പിലെ മാർക്ക് എത്രയാണ്? എടാ, എത്ര ഓർത്ത് വെച്ചാൽ മതി, ഇതിനകത്ത് കാൽക്കുലേഷൻ ഒന്നുമില്ല. ഒരു ആവറേജിലേക്ക് വേറൊരു ആവറേജ്, അത് കൗണ്ട് എത്ര വേണമെങ്കിലും ആവട്ടെ, ഒരു ആവറേജിലേക്ക് എക്സ് എന്ന് പറയുന്ന ഒരു ആവറേജിലേക്ക് എക്സ് എന്ന് പറയുന്ന വേറൊരു ആവറേജ് വന്ന് ആഡ് ആയാൽ അവിടുത്തെ ടോട്ടൽ ആവറേജ് എക്സ് തന്നെയായിരിക്കും. അതായത് നമ്മുടെ ഇവിടുത്തെ ആൻസർ 62 തന്നെ ആയിരിക്കുമെന്ന്. അവിടെയുള്ള ആളുകളുടെ എണ്ണോ അതിനൊന്നും ഒരു കാര്യമില്ല. ഒരു ആവറേജിലേക്ക് വേറൊരു ആവറേജ് വന്ന് ആഡ് ആയി കഴിഞ്ഞാൽ
ആവറേജ് വിൽ റിമെയിൻ ദ സെയിം. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Pradula start her job with a certain monthly salary and earns a fixed increment every year. If the salary was 28,400 after 6 years, അതായത് പുള്ളിക്കാരി ഒരു ജോലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് 6th ഇയറിൽ 28,400 രൂപയായി. ഓക്കെ, അതിനുശേഷം 15ാമത്തെ കൊല്ലത്തിൽ 15th ഇയറിൽ എത്ര രൂപയായി? 5,2,997 റുപ്പീസായി. അങ്ങനെയാണെങ്കിൽ ആൾക്ക് ആനുവൽ ഇൻക്രിമെന്റ് എത്രയാണെന്ന് ഓരോ വർഷം ഒരു സർട്ടൻ എമൗണ്ട് വെച്ച് റൈസ് ആയിക്കൊണ്ടിരിക്കുക, ഇൻക്രിമെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് നോക്കിയടാ, ഇയാൾക്ക് ഓരോ വർഷവും എക്സ് റുപ്പീസാണ് കൂടിക്കൊണ്ടിരിക്കണം എന്ന് വിചാരിച്ചോ. ഓരോ വർഷം എക്സ് റുപ്പീസ്, അതായത് 6ാമത്തെ കൊല്ലത്തിൽ നിന്ന് 15ാമത്തെ കൊല്ലത്തേക്ക് എത്ര വർഷമുണ്ട്? 9 വർഷമുണ്ടാ. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, 9x റുപ്പീസ് കൂടിയിട്ടുണ്ടാവില്ലേ? ഒരു വർഷം എക്സ് റുപ്പീസാണ് ആഡ് ആവുന്നതെങ്കിൽ 9 വർഷത്തേക്ക് 9x റുപ്പീസ് കൂടി ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് ഇയറിൽ എക്സ് ആയി ഓൾറെഡി ഉണ്ടായിരുന്ന സാലറിയിൽ നിന്ന്, പിന്നെ ഇത് അതിൻ്റെ കൂടെ വേറെ എക്സ് കൂടെ ആഡ് ആയി, അപ്പോൾ അത് 2x ആയി. 3ാമത്തെ കൊല്ലം ഓൾറെഡി ഉണ്ടായിരുന്ന 2xനൊപ്പം 3ാമത്തെ ഒരു എക്സ് ആഡ് ആയി, അത് 3x ആയി. പിന്നെ അത് 4x, 5x, 6x അങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ 9 കൊല്ലം കൂടെ 9x വന്നിട്ടുണ്ടാവുമല്ലോ. അതായത് ഈ രണ്ട് എമൗണ്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ് 9x ആയിരിക്കില്ലേ? 9x ആയിരിക്കില്ലേ? അതായത് നോക്കിയേ, 9xന്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് കണ്ടുപിടിക്കാം. 0, 7, 7, 9, 5, 28, 56 എന്ന് പറയുമ്പോൾ 28, 56 4 കുറച്ച് കഴിഞ്ഞാൽ 24 എന്ന് വരും. 2, 4, 5, 9, 7 9 ഡിവിസിബിൾ ആണോ? 5, 4, 9, 2. ഓക്കെ ഓക്കെ, നമുക്കിനി കട്ട് ചെയ്യാടാ ഇവന്മാരെ. 9 വെച്ച് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 24നകത്ത് 18 2 പ്രാവശ്യം. ആ കഴിഞ്ഞു, ആൻസറായി. കാരണം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആണല്ലോ വരണത്. 2 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. 2 വരുന്ന ഒരൊറ്റ ഓപ്ഷനുള്ളൂ, മുഴുവൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, 2 പ്രാവശ്യം. ബാക്കി റിമൈൻഡർ എത്ര? 6. 65നകത്ത് 7 പ്രാവശ്യം. എത്ര വേണ്ട? 7 പ്രാവശ്യം. 63. ബാക്കി റിമൈൻഡർ 2. 29നകത്ത് 3 പ്രാവശ്യം. 27. ബാക്കി റിമൈൻഡർ 2. 27 3 പ്രാവശ്യം. 2733. സിമ്പിളാണല്ലോ അല്ലേ? അതിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈം നമ്പേഴ്സ് അറിയാമെന്ന് തോന്നുന്നു. നമ്മുടെ പ്രൈം നമ്പേഴ്സ് എവിടെ മുതൽ 50 മുതൽ 76 വരെയുള്ള അതിനിടയിലുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. പ്രൈം നമ്പേഴ്സാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഫോർമുല ഒന്നുമില്ല. ആ നമ്പേഴ്സ് നമ്മൾ എടുത്ത് അങ്ങ് എഴുതുക. എത്ര നമ്പർ ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, 50 കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാ? 51 ഇല്ല, 52 ഇല്ല, 53 വരുമല്ലോ. 53, 54 ഇല്ല, 55 ഇല്ല, 56 ഇല്ല, 57 ഇല്ല, 58 ഇല്ല, പിന്നെ വരുന്നത് 59. ഓക്കെ, 60 ഇല്ല, 61, 62 ഇല്ല, 63 ഇല്ല, 64 ഇല്ല, 65 ഇല്ല, 66 ഇല്ല, 67, 68 ഇല്ല, 69 ഇല്ല, വരില്ല, 70, 71, 72, 73, പിന്നെ 74 ഇല്ല, 75 ഇല്ല, 76 ഇല്ല, വരില്ല. കഴിഞ്ഞു. ഇത്രയും ആൾക്കാർ. എത്ര ആൾക്കാരുണ്ട്? 1, 2, 3, 4, 5, 6. ഓക്കെ, 6 ആൾക്കാരുണ്ട്. ഈ കാണുന്ന നമ്പേഴ്സിനൊക്കെ ഞാൻ 6 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആൻസർ ആയി എന്നർത്ഥം. ഓക്കെ ആണ്. ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. 6 പേരുള്ളതുകൊണ്ട് ഞാൻ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇതാണ് ശരിക്കും എൻ്റെ മെത്തേഡ്. ഓക്കെ, ആ മെത്തേഡ് നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ. ഇവിടെ നമുക്ക് ഡീവിയേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഒരു നമ്പർ ഞാൻ എൻ്റെ ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡീവിയേഷൻ രൂപത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ കഥ അറിയാവുന്നത് കൊണ്ട് ഞാൻ ഈ രൂപത്തിൽ ചെയ്യാൻ പോണേ. ആ കഥ എന്താ? ഇവിടെ ഒന്നുമില്ല, ഈ കാണുന്ന നമ്പേഴ്സ് എല്ലാം ഞാൻ ആഡ് ചെയ്യുന്നു, 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു.
ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഡീവിയേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആവറേജ് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യും. ഓക്കെ, ഞാൻ എൻ്റെ ആവറേജ് 60 അങ്ങ് അസ്യൂം ചെയ്യാം. എൻ്റെ ആവറേജ് 60 എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അവിടെ ഉണ്ടല്ലോ 60 ഇതിനകത്തുള്ളത് കൊണ്ടല്ല, ഞാനൊരു നമ്പർ സിമ്പിളി ഞാൻ അസ്യൂം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവന്മാർ ഓരോ നമ്പറിലേക്കുള്ള ഡീവിയേഷൻ ഞാൻ ചെക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, 60 53 എന്ന് പറയുമ്പോൾ എന്താ ഡീവിയേഷൻ? 7 കുറവല്ലേ? അപ്പോൾ -7. ഓക്കെ, ഇനി ഇവിടെ എത്രയാ? -1, ഇവിടെ +1, ഇവിടെ +7, ഇവിടെ +11, അത് കഴിഞ്ഞാൽ +13. ഈ നമ്പേഴ്സിനെ ഞാൻ എന്ത് ചെയ്യുക? 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നോക്കിയടാ, +7ഉം -7ഉം പോയല്ലോ, +1ഉം -1ഉം പോയി. ഇനി ഞാൻ ഇവന്മാരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 എന്ന് വരും. അതായത് 60 + 24/6 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 4 എന്ന് വരും. 60 + 4 എത്രയാ? 64. എൻ്റെ ആൻസർ 64. ഓക്കെ ആണോ? ഡീവിയേഷൻ ഓക്കെ അല്ലടാ? എന്നാ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഇത് പറയണേ? നേരത്തെ നമ്മൾ കണ്ട അതേ രൂപത്തിലുള്ളത് 30 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ആദ്യം ഉണ്ടായിരുന്ന 12 സ്റ്റുഡൻസിന് 62 മാർക്ക്, ബാക്കിയുള്ള സ്റ്റുഡൻസിന് 74. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആവറേജ് എത്രയാണ്? കേട്ടോ, സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് മറ്റേത് ഏതാ ഷിഫ്റ്റ്? ഓക്കെ, ഇത് CGL 11-ാം തീയതി, ഇത് CGL 11. ഷിഫ്റ്റ് വേറെയാണോ? ഇത് ഷിഫ്റ്റ് 1, ഇത് ഷിഫ്റ്റ് 3. ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ടാ. റിപ്പീറ്റേഷൻ പോസിബിൾ ആണെന്ന് ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണല്ലോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഒരു മഹത്വം എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് മെമ്മറി ബേസ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഔട്ട് ആവാറുണ്ടെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പവർ ഇതാ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളൊരു സംഭവം. ഓക്കെ, ശരി, പോട്ടെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ നോക്കിയടാ, 30 ആൾക്കാരുടെ കാര്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനകത്ത് 12 ആൾക്കാർക്ക് എത്ര മാർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്? 62 മാർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എത്ര ആൾക്കാരുണ്ടാവും? 18 ആൾക്കാരുണ്ടാവും. അവരുടെ മാർക്ക് എത്രയാ? 74. ഓക്കെ, നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയടാ, ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡീവിയേഷൻ എന്ന് പറയുന്ന മെത്തേഡാ. ഡീവിയേഷൻ എന്ന് പറയുന്ന മെത്തേഡിന് നമുക്ക് ഈ ഒറിജിനൽ വാല്യൂസ് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. വാല്യൂസ് ഏതെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് യൂസ് ചെയ്യാം. കാരണം ഞാനൊരു നമ്പറിനെ 12 വെച്ച് കട്ട് ചെയ്യുന്ന മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാൾ സിമ്പിളായിട്ട് ചെറിയ നമ്പർ വെച്ച്, ലൈക്ക് ഈ കേസിൽ പറയുകയാണെങ്കിൽ ഇവന്മാർ ഞാൻ 6 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5, ഇവിടെ 2, ഇവിടെ 3. 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ എനിക്ക് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ നോക്കിയടാ, ഞാൻ ഇനി ഇവന്മാരിൽ ഒരാളെ, ഓക്കെ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കണം. ഇവന്മാരിൽ ഒരാളെ ഞാൻ ആവറേജ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ചെറിയ നമ്പർ ഞാൻ ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്യുക. കാരണം ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകാൻ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഇനി ഡീവിയേഷൻ നോക്കിക്കടാ. 62 0 0 × 2 ഇല്ല, 0 തന്നെ. ഇനി 62 74 എത്ര ഡീവിയേഷൻ? 8 8 4 12 കൂടുതലല്ലേ, അതുകൊണ്ട് +12 ഇൻറ്റു അത് എത്ര ആൾക്കാർക്ക്? 3 ആൾക്കാർക്ക്, ഹോൾ ഡിവൈഡഡ് ബൈ 5. കാരണം എന്താ? 5 ആൾക്കാരുടെ ആവറേജ് നമുക്ക് കണ്ടുപിടിക്കണം. 12 × 3 എത്രയാ? 36. 36/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 7.2 എന്ന് വരും. എത്രയെന്ന്? 62 എന്ന്. 62 + 7.2 69.2. ഓക്കെ ആണോ? നമ്മുടെ മെത്തേഡ് ഓക്കെ അല്ലേ? ഡൗട്ട് വരികയാണെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്ക്. ഒന്നുകൂടെ പ്രീവിയസ് അടിച്ചിട്ട് ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ മതി. ഡീവിയേഷൻ എടുത്തു, അതായത് ഞാൻ അതിനു മുമ്പ് ഞാനൊരു ആവറേജ് ഞാൻ അസ്യൂം ചെയ്തു. ഡീവിയേഷൻ എടുത്തു, അത് എത്ര ആൾക്കാർക്ക് അത് മൾട്ടിപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. എഗെയിൻ
46 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഓർഡടാ. നമ്മൾ നേരത്തെ ചെയ്തത് വെച്ച് നമുക്കറിയാമല്ലോ. ഇപ്പോൾ n+1 ഇൻറ്റു 2n+1 ഹോൾ ഡിവൈഡഡ് ബൈ 6 നമ്മൾ നേരത്തെ പറഞ്ഞ അത് കാരണം എന്നും കട്ടായിപ്പോയി. പിന്നെയുള്ളത് മാത്രമല്ലേ 46 ഒന്നും 47, 2n 46ൻ്റെ ഡബിള് 92, 92 ഒന്നും 93 ബൈ 6. കട്ട് ചെയ്യാലോ. ഞാൻ 3 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 31 വരും. ഇവിടെ എത്ര വരും? 2 വരും. 0.5 എല്ലാത്തിലും ഉണ്ടല്ലേ. അത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.5 വരും, അല്ലെങ്കിൽ ആ നമ്പർ മുഴുവനായിട്ട് കട്ടായി പോകും. അതിൽ സംഭവിക്കാറുള്ളൂ. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 1 7, 21 + 4 25, 2 റിമൈൻഡർ, 4 × 3 12, 12 + 2 14 ഹോൾ ഡിവൈഡഡ് ബൈ 2 എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. 5-നകത്ത് എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. ബാക്കി റിമൈൻഡർ 17-നകത്ത് എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. 0.5 7 to 8.5 ഉണ്ടാ. 7 to 8.5 ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇതാണ് ഈ കഥകൾ വരുന്നത്. ഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണോ? 62 അത് കഴിഞ്ഞ് ആര് വന്നു? 74 വന്നു. ദേ 11-ാം തീയതി ചോദിച്ച ക്വസ്റ്റ്യൻ അതേ രൂപത്തിൽ, ഏകദേശം അതേ രൂപത്തിൽ 13-ാം തീയതിയും ചോദിച്ചിട്ടുണ്ട്. നോക്കാടെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 30, 12, ബാക്കി എത്ര ആൾക്കാരാ? 18. ഞാൻ സെയിം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ വായിക്കാൻ നിൽക്കാത്ത. ഓക്കെ, 12 ആൾക്കാർക്ക് എത്ര? 62. 18 ആൾക്കാർക്ക് എത്ര? 72. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാര് 5, 2, 3. ഓക്കെ, 62 തന്നെ ആയിക്കോട്ടെ എൻ്റെ ആവറേജ്. അങ്ങോട്ട് എത്ര ആൾക്കാരാ? 10. ഇവിടെ ഡീവിയേഷൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, 0 അല്ലേ. എത്ര ആൾക്കാർക്ക്? 3 ആൾക്കാർക്ക്. ഹോൾ ഡിവൈഡഡ് ബൈ 5 എത്രയാ? 6 അല്ലേ. 10 × 3 30 എന്ന് പറയുമ്പോൾ 6. 62 + 6 എത്രയാ? 68. 68 ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ വരുന്നത്. അല്ലാതെയുള്ള രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ടോട്ടൽ വെച്ച് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് അതൊക്കെ പണിയല്ലേ. അവരും ഇത് ഞാനിങ്ങനെ ചെയ്യണത്. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? വളരെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഓക്കെ, ദ ആവറേജ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 47 നാച്ചുറൽ നമ്പേഴ്സ്. ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കാം കേട്ടാ. ഓക്കെ, നോക്കിക്കേടാ. 47 ആൾക്കാരുണ്ട്. നമുക്കറിയാം n+1 ഇൻറ്റു 2n+1 ഹോൾ ഡിവൈഡഡ് ബൈ 6. അതായത് നോക്കിയേ, n+1 എത്ര? 48 എന്ന് വരും. 2n 40, 80, 80ഉം 14ഉം 94. 94 ഒന്നും വേണമല്ലോ അല്ലേ. 95 ഹോൾ ഡിവൈഡഡ് ബൈ 6. 6 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. എടാ, ഇവിടെ 8 വരുന്നുണ്ട്, അതായത് ഒരു ഈവൻ നമ്പർ വരുന്നുണ്ട്. യൂണിറ്റ് 5 ആണ്. ഒരു ഈവൻ നമ്പറും യൂണിറ്റ് 5 വരുന്ന നമ്പറും കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും അതേ വരുള്ളൂ, യൂണിറ്റ് 0 വരുള്ളൂ. അതായത് നോക്കിയേ, 5 × 2, 5 × 4, 5 × 6, 5 × 8, 5 × 14 എല്ലാവിടെയും നമുക്ക് യൂണിറ്റ് 0 വരുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം അതൊരു ഓഡ് നമ്പർ ആണെങ്കിൽ അവിടെ വരുന്നതെല്ലാം 5 ഡിജിറ്റ് ആയിരിക്കും. സോറി, യൂണിറ്റ് 5 ആയിരിക്കും. സെയിം കഥ. മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ നോക്കുന്നില്ല, നമുക്ക് സമയം കളയണ്ട. ഓക്കെ, അടുത്ത് നോക്കാം. ഇതാണിന്ന് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ ആവറേജിൽ. ഓക്കെ, നമ്മൾ ഡീവിയേഷൻ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. അതായത് നോക്കിക്കടാ, the average weight of 10 students is increased by ½ kilogram when one of the students weighing 51 kilogram is replaced by a new student. Find the weight of the new student. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇതിനകത്തേക്ക് എന്ത് സംഭവിച്ചു? ഒരു കുട്ടിയെ മാറ്റി വേറൊരു പുതിയ സ്റ്റുഡൻറ്റ് വന്നു കയറി.
51 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ മാറ്റി ഒരു പുതിയ സ്റ്റുഡൻറ്റ് വന്നു. അപ്പം എന്ത് സംഭവിച്ചു? ഇവരുടെ ഈ 10 പേരുടെയും ആവറേജ് ഒരു 1/2 കിലോ വെച്ച് കൂടി. ആവറേജ് 1/2 കിലോ വെച്ച് കൂടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുതിയ ആളുടെ വെയിറ്റ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. എടാ നോക്ക്, 10 ആൾക്കാരുണ്ടായിരുന്നു. ഇവരുടെ ആവറേജ് എത്രയായിരുന്നു? എക്സ് ആയിരുന്നു. ഒരു പുതിയ ആൾ വന്നപ്പോൾ അത് എന്തായി? ഒരു X.5 ആയി. ഒന്നുമില്ല, ഞാൻ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുന്നത് മാത്രം. X.5 ആയി ആണല്ലോ. എടാ ആലോചിച്ച് നോക്കിയേ, ഒരു കുട്ടിയെ മാറ്റിയില്ലേ? ഈ വന്ന ആളുടെ വെയിറ്റും 51 തന്നെയായിരുന്നെങ്കിൽ ആവറേജ് മാറുമായിരുന്നാ? ഇല്ലല്ലോ. അതിനർത്ഥം എന്താ? ഇയാള് 51-നേക്കാളും കൂടുതലായിട്ട് എന്തോ കൊണ്ടുവന്നു. അതെല്ലാവർക്കും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയി പോയി. അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിഷൻ അല്ലേ, എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ആയി പോയി. അപ്പോഴാണ് 1/2 കിലോ കൂടിയത്. അതായത് വന്ന ആളുടെ വെയിറ്റ് 51 ആയിരുന്നെങ്കിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ എത്ര കിലോ കൂടി? 1/2 കിലോ കൂടി. എത്ര ആൾക്കാർക്ക്? 10 ആൾക്കാർക്ക് 1/2 കിലോ. 10 ആൾക്ക് 1/2 കിലോ വെച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ മൊത്തം എത്ര കൂടിയിട്ടുണ്ടാവും? 5 കിലോ കൂടിയിട്ടുണ്ടാവില്ലേ? ഈ 5 കിലോ അയാൾ എക്സ്ട്രാ കൊണ്ടുവന്ന് തന്നെ ആയിരിക്കില്ലേ? അതായത് 51 + 5 56 ആയിരിക്കും നമ്മുടെ ആൻസർ. ലോജിക്. ഇതിനകത്ത് മാത്സ് കൊണ്ടുവന്നിട്ടില്ല ഞാൻ. ലോജിക് ഓക്കെ അല്ലേ? ഓക്കെ, അതേ രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ആ ഒരു ഫ്ലോയിൽ ചെയ്യാണ്. 30, 12 ആൾക്കാർക്ക് 62, 18 ആൾക്കാർക്ക് 76. ഓക്കെ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 5, 2, 3. ഓക്കെ, ഇനി നോക്കിക്കോടാ. 62 എത്ര കൂടുതലാ? 14 കൂടുതലാ. എത്ര ആൾക്കാർക്ക്? 13 ആൾക്കാർക്ക്. ഇവനെ ഞാൻ 5 വെച്ച് ഡിവൈഡ് ചെയ്യണം. 14 × 3 42. 62ഉം 42/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? സോറി, /5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 8, 8.4. 62ഉം 8.4ഉം 70.4 ഒരേ രൂപത്തിലുള്ളതാണല്ലോ. ഓക്കെ, കഴിഞ്ഞോ? അങ്ങനെ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഏകദേശം കഴിഞ്ഞടേ. ഇത്രയാണ് ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇതുകൊണ്ട് തീരുന്നില്ല. കൂടുതൽ ക്വസ്റ്റ്യൻസ്, അതായത് ഇതിനേക്കാളും മുൻപുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഉണ്ടാവുമായിരിക്കാം. മേ ബി, അറിയില്ല, നോക്കണം. ഓക്കെ, അപ്പോൾ ലൈക്ക് ഓൾവേസ് നമ്മൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ PDF നമ്മൾ നമ്മളുടെ ഗ്രൂപ്പുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ PDF തന്നെ എല്ലാവരും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലപോലെ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രത്യേകിക്കുകയാണ്. ഓക്കെ, വി ഹോപ്പ് ഫോർ ദാറ്റ്. അപ്പോൾ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായി നടക്കട്ടെ. നമുക്ക് ഇനിയും കാണാം. ഓൾ ദ ബെസ്റ്റ് മക്കളെ.